ഇലക്ട്രിക്കൽ എഡ്യൂസോണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ SSC JE ഇലക്ട്രിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറ്റർമിൻ ദി നോർട്ടൺസ് കറൻറ്റ് ഇൻ ആംബിയർ ആൻഡ് നോർട്ടൺസ് റെസിസ്റ്റൻസ് ഇൻ ഓം റെസ്പെക്റ്റീവ്ലി ഫോർ ദ ഗിവൺ ഇലക്ട്രിക്കൽ സർക്യൂട്ട് അക്രോസ് ദി ലോഡ് റെസിസ്റ്റൻസ് RL. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും നോക്കേണ്ട നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കൂ, കണ്ടോ ഡിഫറെൻറ്റ് വാല്യൂസാണ് എല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ മാത്രമേ ചെറിയ അടുത്തടുത്തുള്ള വാല്യൂസ് വരുന്നുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ എന്താ RN കണ്ടുപിടിക്കുമ്പോൾ RN കണ്ടുപിടിച്ചാൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ഏതാണ് ആൻസർ ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് RN കാണാം. ഓക്കെ, RN എങ്ങനെ കാണാം? RN കാണുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെയില്ല വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഈ RL റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ RL റിമൂവ് ചെയ്തിട്ട് എന്താ ഇവിടുന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, RN is equal to നമുക്ക് എന്ത് ചെയ്യാം, RN is equal to 8 പാരലൽ വിത്ത് 4 പ്ലസ് 5 വരും. ഓക്കെ, അപ്പോൾ 8 പാരലൽ വിത്ത് 4 എന്ന് വെച്ചാൽ 8 × 4 / 8 + 4 ഓക്കെ പ്ലസ് 5 വന്നു അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആൻസർ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ 5 പ്ലസ് സംതിങ്. അപ്പം എന്താ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. RN എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്താ <5 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക 7.66 ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ കോമ്പറ്റീവ് എക്സാം പോലെ ഫീൽ എന്താ ടൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ നമുക്കിത് പെട്ടെന്ന് നമുക്ക് ആൻസർ 8 × 4 / 8 + 4 + 5 ആണ് വരിക. ഓക്കെ, ഇവിടെ എന്താ 5+ ഉണ്ടായതുകൊണ്ട് എന്താ ഓപ്ഷൻ എ മാത്രമേ 5+ വരുന്നുള്ളൂ, നോർട്ടൺസ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി എന്താ നമുക്ക് ഗോ ഫോർ എന്താ ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എന്ത് നമുക്ക് അധികം ടൈം എന്ത് ചെയ്യുക സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഈ ഓപ്ഷനിൽ എന്താ നൺ ഓഫ് ദീസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയായിരിക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓക്കെ ഇത് 5+ സംതിങ്, അതായത് നമുക്ക് എന്തായാലും ഒരു 5 + 32 / 12 വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക 2 പോയിൻറ്റ് സംതിങ് വരുള്ളൂ. 3 × 36 ആവില്ലേ, 12 × 3 എന്ന് പറഞ്ഞാൽ 36 ആയി. അപ്പോൾ 2 പോയിൻറ്റ് സംതിങ്. അപ്പോൾ 5 + 2 പോയിൻറ്റ് സംതിങ് പറയുമ്പോൾ 7 പോയിൻറ്റ് സംതിങ്. ഓക്കെ, 7 പോയിൻറ്റ് സംതിങ് ഒബ്വിയസ്ലി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനിയിപ്പം നോർട്ടൺസ് കറന്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യുക, ഈ നോർട്ടൺസ് കറന്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യും അല്ലേ. ഈ RL മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഷോർട്ട് ചെയ്യും. RL മാറ്റിയിട്ട് അവിടെ നമ്മൾ ഷോർട്ട് ചെയ്യും നോർട്ടൺസ് കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതിപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ V ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിന് ഓർഡർ അനാലിസിസ് ചെയ്താലും തരും V-, അതായത് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, V - 24 / 4 പ്ലസ് V/8 ഓക്കെ പ്ലസ് V/5 = 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് 40 നമുക്ക് LCM ആയിട്ട് എടുത്താൽ ഓക്കെ 48 LCM എടുത്താൽ ഇവിടെ എന്ത് വരും, 10 വരും. അപ്പോൾ എന്താ 10V - 240 ഓക്കെ പ്ലസ് 5V ഓക്കെ പ്ലസ് 8V = 0 എന്ന് കിട്ടി. അപ്പോൾ 8 × 5 = 10 23V = 240 എന്ന് കിട്ടി. ഓക്കെ, V = എന്ത് കിട്ടി, 240 / 23 എന്ന് കിട്ടി. V = 240 / 23 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്, ഇതിലേ കൂടില്ല എന്ന് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് IN എന്ത് വരും, 240 / 23 / 5. അപ്പോൾ എന്ത് 240 / 23 × 5 വരും. ഓക്കെ, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എത്ര വരും, 23 × 5 എന്ന് വെച്ചാൽ 115 വരും. ഓക്കെ, 240 / 115 എന്ന് വെച്ചാൽ 2.08. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതിയുണ്ടോ, 2.08 ആംപിയർ. ഓക്കെ, അപ്പോൾ എന്താ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതിപ്പോൾ നിങ്ങൾ നോക്കരുത്, ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോർട്ടൺസ് കറന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത്രയും സമയം നമുക്ക് പോയി ഇല്ലേ. നേരെ മറിച്ച് നമ്മൾ ഒരു സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് എങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ പണ്ടൊക്കെ എന്താ ഹാർഡ് വർക്ക് കൂടുതൽ ഹാർഡ് വർക്കായിട്ട് ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് ചെയ്യാനാവുള്ളൂ വരാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ കുറച്ച് നമ്മൾ സ്മാർട്ടായിട്ട് ചിന്തിക്കണം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മാർക്ക് കൂടുതൽ കിട്ടുക. ഓക്കെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ഇത് IN കണ്ടുപിടിക്കും ഏറ്റവും അതിൽ തന്നെ, പിന്നെ RN കണ്ടുപിടിക്കും. അപ്പോൾ IN കണ്ടുപിടിക്കുമ്പോൾ എന്താ 2.09 2.34 എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾക്ക് വീണ്ടും RN കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും ഓപ്ഷൻസിലേക്ക് നമ്മളെ കണ്ണ് പോവുക. ഓക്കെ, അപ്പോൾ എന്താ RN, അപ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, RN നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ടൈം സേവ് ചെയ്യുക. ഓക്കെ, ഇതാണ് പറയുന്നത് സ്മാർട്ട് തിങ്കിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യുക, നമ്മൾ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക്
പിന്നെ സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഗോ ഫോർ RN. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി അല്ലേ, RN കണ്ടുപിടിക്കുന്നതിന് 5 + സംതിങ്, അപ്പം ഒബ്വിയസ്ലി 7.66 ആണ് വരിക. പിന്നെ നമ്മൾ IN കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ കോമ്പറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്ക് വളരെ വളരെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളെന്താ കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, സ്മാർട്ടായിട്ട് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നേരെ മറിച്ച് കൺസെപ്റ്റ് ആയിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, പിന്നെ നോർമൽ മെത്തേഡ്, അതായത് IN കണ്ടുപിടിക്കുക, പിന്നെ RN കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പോയാൽ ടൈം എന്ത് ചെയ്യും, കുറച്ച് സമയം നഷ്ടമാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കോമ്പറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താ, സ്മാർട്ട് വർക്കിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മളെന്ത് ചെയ്യുക, ഫസ്റ്റ് RN കണ്ടുപിടിച്ച് 7.6 എന്നുള്ള ആൻസർ കിട്ടിയാൽ ഓക്കെ, അത് നമ്മൾ സ്മാർട്ടായി. കാരണം എന്താ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, റാങ്ക് മേക്കിങ്ങിനൊക്കെ നിങ്ങളെ ടോപ്പിൽ എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കറക്റ്റ് ആൻസർ ഉണ്ടോ, 2.09 7.6 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, which of the following theorem states that the sum of instantaneous power in n number of branches of an electrical network is 0? Which of the following theorem states that the sum of instantaneous power in n number of branches of an electrical network is 0? ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, ആൻസർ കോമ്പൻസേഷൻ തിയറം ആണോ? അല്ല. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി ആണോ? അല്ല. സൂപ്പർ പൊസിഷൻ ആണോ? അല്ല. പിന്നെന്താ, ടെല്ലിഗൻസ് തിയറാണ് ആൻസർ വരിക. ഓക്കെ, എന്താ ആൻസർ വരിക, ടെല്ലിഗൻസ് തിയറം, ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എന്താ നമ്മളെ ടെല്ലിഗൻസ് തിയറം എന്താ പറയുന്നത്, സിഗ്മ I = 1 to n. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ, സിഗ്മ I = 1 to n, I വേണ്ട, നമുക്ക് എന്താ I എന്ന് പറഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടല്ലോ. ഓക്കെ, സിഗ്മ K = 1 to n, Vk IK = 0. ഇതാണിത് നമ്മളുടെ ടെല്ലിഗൻസ് തിയറം പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ ടെല്ലിഗൻസ് തിയറം പറയുന്നത്. ഓക്കെ, സിഗ്മ K = 1 to n, Vk IK = 0. ഓക്കെ, ടെല്ലിഗൻസ് തിയറം, അതായത് അക്കോർഡിംഗ് ടു ദിസ് തിയറം ദ ആൾജിബ്രൈക് സം ഓഫ് എന്താ പവർ കൺസ്യൂംഡ് ബൈ ഓൾ ദി ബ്രാഞ്ചസ് ഓഫ് നെറ്റ്വർക്ക് ഈസ് ഓൾവേസ് 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടെല്ലിഗൻസ് തിയറം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Kirchhoff's voltage law is based on which of the following principle? Kirchhoff's voltage law is based on which of the following principle? എന്താ, കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ഫോഴ്സ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇത് നിങ്ങൾ ഞാനെങ്ങനെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, KCL-ഉം KVL-ഉം അല്ലേ. അപ്പം എന്താ, കിർച്ചോഫ് കറണ്ട് ലോ ആണെങ്കിൽ എന്താ പറഞ്ഞത്, C ഫോർ ചാർജ്. ഓക്കെ, C ഫോർ ചാർജ്. KVL ആകുമ്പം എനർജി. ഓക്കെ, അതായത് KCL എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്, KVL എന്ന് വെച്ചാൽ എന്താ, കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്ത വരിക ഓപ്ഷൻ B ആണ്, കൺസർവേഷൻ ഓഫ് എനർജി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ മെഷ് അനാലിസിസ്. ഓക്കെ, മെഷ് അനാലിസിസ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്, നോഡൽ അനാലിസിസും ഉണ്ടല്ലേ. മെഷ് അനാലിസിസും ഉണ്ട്, നോഡൽ അനാലിസിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള നോർമലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെഷ് അനാലിസിസ് ആണെങ്കിൽ എന്ത് പറയും, നമ്മൾ ഓംസ് ലോ പ്ലസ്, ഓക്കെ, ഓംസ് ലോ പ്ലസ് എന്ത് പറയും, അതേപോലെ നോഡൽ അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ഓംസ് ലോ പ്ലസ് എന്താ പറയുക, നിങ്ങൾക്കറിയാം, ഒരു ഓംസ് ലോ മാത്രം പോരല്ലോ. മെഷ് അനാലിസിസ് ആണ് നമ്മൾ പറയുന്ന ഓംസ് ലോ പ്ലസ് KVL എന്ന് പറയും. ഓക്കെ, മെഷ് അനാലിസിസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഓംസ് ലോ പ്ലസ് KVL എന്ന് പറയും. നോഡൽ അനാലിസിസ് എന്ന് വെച്ചാൽ ഓംസ് ലോ പ്ലസ് KCL എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കാം, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെഷ് അനാലിസിസ് ഡൺ ബൈ ഓംസ് ലോ ഉണ്ടാവും, KVL ഉണ്ടാവും, KCL ഉണ്ടാവും. ഓക്കെ, അതേപോലെ എന്താ ഓപ്ഷൻ A and B, ഓപ്ഷൻ B A and C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ, മെഷ് അനാലിസിസ് ഡൺ ബൈ ഓംസ് ലോ പ്ലസ് KVL, ഈ നോഡൽ അനാലിസിസ് ഡൺ ബൈ ഓംസ് ലോ പ്ലസ് KCL ആണെന്നില്ല ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അൺനോൺ വോൾട്ടേജ് V in volt across the terminal A and B in the circuit given below? ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അൺനോൺ വോൾട്ടേജ് V in volt across the terminal A and B in the circuit given below? എങ്ങനെ കണ്ടുപിടിക്കാം, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോഡൽ അനാലിസിസ് നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്, ഈ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലേ. അപ്പം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ മെത്തേഡ് നമുക്ക് തന്നെ ചെയ്യാം, നോഡൽ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം, ഇത് എൻട്രിങ് ആണ്, ഇത് ലീവിങ്, ഇത് നമുക്ക് ലീവിങ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇവിടെ ഓൾറെഡി V എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, V എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നോക്കൂ, നമുക്ക് എങ്ങനെ ചെയ്യാം, 6 ആംപിയർ എൻ്റർ ചെയ്യുന്നുണ്ട്. 6 = VA/4. ഓക്കെ, ബാക്കി രണ്ടും ലീവിങ് ആണ്. ഓക്കെ, VA/16. ഓക്കെ, അതായത് 6 ആംപിയർ = നമുക്ക് എന്ത് ചെയ്യാം, VA/4 +
VA divided by എന്താ 10 plus 6 അപ്പോൾ 16 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് 16 LCM ആയിട്ട് എടുത്താൽ എന്ത് വരിക? 16 into 6 is equal to 4VA plus VA എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? 5VA is equal to 16 into 6 എന്ന് പറഞ്ഞാൽ VA എന്ന് പറഞ്ഞാൽ എന്തായി? 16 into 6/5 എന്ന് കിട്ടി. ഓക്കെ, 16 into 6/5 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്കുള്ളിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? അതിനെന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഈ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും? I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I എന്ന് വിചാരിച്ചോ. I എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? VA divided by 16 എന്ന് എഴുതാമല്ലോ. ഓക്കെ, VA divided by 16 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായി? VA എന്ന് വെച്ചാൽ എന്താ? 16 into 6 divided by 5 into 16 വരും. അപ്പോൾ 16 പോയി ബാക്കി എന്താ? 6/5 ആൻസർ. ഓക്കെ, അപ്പോൾ I equal to 6/5. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ചോദിച്ച V ആണ് അല്ലേ? V എന്ന് വെച്ചാൽ 10I വരിക. കാരണം എന്താ? ഇതിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് 10 into 6/5 അപ്പോൾ എത്ര? 12 വോൾട്ട് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വേറെയും മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് ഞാൻ ചെയ്തൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഞാൻ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ സിമ്പിളാണ്. നിങ്ങളിത് എന്ത് ചെയ്യുക? 16 into 6/5 ഒക്കെ എന്ത് ചെയ്യുക? പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ പണി കിട്ടും. ഏറ്റവും അവസാനം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് ഏറ്റവും അവസാനം മാത്രം എന്ത് ചെയ്യുക? അല്ലെങ്കിൽ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ എന്ത് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ സിമ്പിൾ ക്വസ്റ്റൻസ് മാത്രമേ PSC ചോദിക്കുള്ളൂ. എത്ര പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് ആൻസർ കിട്ടിയെന്ന് നോക്കറോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. What will be the value of source impedance in ohms for transmitting maximum power to the load in the circuit given below? ഓക്കെ, എന്താ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കറിയാം എന്താ? ZS is equal to നമുക്ക് എന്ത് പറയാം? ZS is equal to R plus JX ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ZL എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R minus JX ആയിരിക്കും ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അല്ലേ? അതായത് ZS എന്ന് പറഞ്ഞാൽ എന്താ? ZL എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? ZL is equal to ZS conjugate എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് തന്നേക്കുന്നത്? ZL ആണ് നമുക്ക് തന്നേക്കുന്നത്. അതിൽ നിന്ന് ZS ആയി വെച്ച് അപ്പം എന്ത് ചെയ്യുക? ZS is equal to ZL conjugate എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 5 plus J2ൻ്റെ കോൺജുഗേറ്റ് അപ്പോൾ എന്ത് ചെയ്യും? 5 minus J2 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. 5 minus J2. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. Determine the value of power dissipated in watts through 20 ohm resistor of the circuit given below. Determine the value of power dissipated in watts through the 20 ohm resistor of the circuit given below. അപ്പോൾ എന്താ? നമുക്ക് 20 വോൾട്ടും തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? ആ സെയിം വോൾട്ടിൻ്റെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇതിൻ്റെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായി? 20 ആയി. ഇവിടെ എന്താ? -+ ആണെന്നല്ലേ അല്ലേ? അപ്പോൾ P is equal to V²/R വെച്ചിട്ട് ചെയ്താൽ ഓക്കെ അതിൻ്റെ ക്രോസ് ആയിട്ട് എത്ര വരും? 20 + 10 വരും. ഓക്കെ, ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ 20 വരും. അപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ 30² ഡിവൈഡ് ബൈ 20 വരും. 30² എന്ന് പറഞ്ഞാൽ 900. 900/20 എന്ന് വെച്ചാൽ 9/2 എന്ന് പറഞ്ഞാൽ 4.5 45 വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 45 ആണ് ആൻസർ വരിക. ഓക്കെ, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ നമ്മൾ V² എന്ന് പറയുമ്പോൾ 20 + 10 എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് 20 + 10 ആണോ ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? P is equal to I² × R. എല്ലാ കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. I എന്ന് പറഞ്ഞാൽ എന്ത് വരും? 20 minus -10 അതന്നെ 20. ഓക്കെ അല്ലേ? 20 minus -10 ഡിവൈഡ് ബൈ 20. ഓക്കെ, ഹോൾ സ്ക്വയർ ഇൻറ്റു 20 വരും. ഓക്കെ, അപ്പോൾ തന്നെ ആൻസർ വരും 30² ഇൻറ്റു 20 ഡിവൈഡ് ബൈ 20². അപ്പോൾ എന്താ? 30² ഡിവൈഡ് ബൈ 20 വരും. അപ്പോൾ എന്തായാലും 45 ആണ് ആൻസർ. ഓക്കെ, അതായത് 45 വാട്ട്സ്. ഓക്കെ, ഇതേപോലത്തെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Determine the power dissipated in watts by the 25 ohm resistor in the circuit given below. Determine the power dissipated in watts by the 25 ohm resistor in the circuit given below. അപ്പോൾ ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ്? സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ? നമ്മൾ കറണ്ട് സോഴ്സ് പാരലൈറ്റ് റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ എന്താ? കറണ്ട് സോഴ്സ് പാരലൈറ്റ് റെസിസ്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം? വോൾട്ടേജ് സോഴ്സിന് സീരീസ് വിത്ത് റെസിസ്റ്റർ നമുക്ക് വരയ്ക്കാം. ഓക്കെ, വോൾട്ടേജ് സോഴ്സിന് സീരീസ് വിത്ത് റെസിസ്റ്റർ നമ്മൾ 25 ohm. ഓക്കെ, ഇവിടെ എന്താ? വീണ്ടും നമ്മൾ വോൾട്ടേജ് സോഴ്സിന് സീരീസ് വിത്ത് റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 × 10. അപ്പോൾ എന്താ? 50 വോൾട്ട് വരും. ഇവിടെ എന്താ? 10 ohm ആയി. ഓക്കെ, ഇവിടെ 25 വന്നു. ഇവിടെ എന്താ? 5 വന്നു. 5 × 10 50 വോൾട്ടായി. ഇവിടെ എന്താ? നമുക്ക്
ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ, ഇങ്ങനെ പോയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് എടുത്ത്. ഇവിടെ എന്താ ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇവിടെ പ്ലസ് ആയി ഇവിടെ മൈനസ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലസ് മൈനസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 50 - 50 വരും. 50 - 50 എന്ന് പറയുമ്പോൾ എന്തായി 0 ആയി. ഓക്കെ, ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യാം, അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് പവർ എന്തായിരിക്കും 0 ആയിരിക്കും, കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, 0 വാട്ട്സ്. ഓക്കെ, മനസ്സിലായിരിക്കും. അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും, ഒബ്വിയസ്ലി എന്താ പവർ ഡിസിപ്പേറ്റഡും 0 ആയിരിക്കും. ഓക്കെ, അതായത് 0 വാട്ട്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഡിറ്റർമിൻ ദി ടോട്ടൽ കറണ്ട് I in ampere supplied by the voltage source in the circuit given below. Determine the total current I in ampere supplied by the voltage source in the circuit given below. അപ്പോൾ നമുക്ക് കൈയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് കാണുമ്പോൾ എന്തെന്ന് തോന്നുന്നുണ്ടോ, ഇത് നമ്മളെ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനായിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, കാരണം എന്താ 3 × 3 9, ഇവിടെ എന്താ 3 × 3 9 ആയി. അപ്പോൾ എന്താ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനായി. അങ്ങനെ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ എന്ത് ചെയ്യാം, ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. അപ്പോൾ ഇതിനെന്താ എഫക്റ്റ് ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വരച്ചാൽ എങ്ങനെ വരയ്ക്കാം, 3 ohm 3 ohm വന്നു. ഓക്കെ, അതേപോലെ ഇവിടെ എന്താ 3 ohm 3 ohm വന്നു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പോയി ഇവിടെ എത്ര വരും 15 വോൾട്ട് വരും. ഓക്കെ, ഇവിടെ എന്താ 3 3 3 3 3 + 3 6 പാരലൽ വിത്ത് 6 ആകുമ്പോൾ 3 ആയി. ഓക്കെ, അപ്പോൾ R = പറഞ്ഞാൽ 3 കിട്ടി, നമുക്ക് 3 തന്നെ കിട്ടി. I = എന്താ V/R ആണ്. ഓക്കെ, V എന്ന് പറഞ്ഞാൽ നമുക്ക് 15 വോൾട്ട് ആണെന്ന് അറിയാം. 15/3, അപ്പോൾ എന്താ 5 ആംപിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3 ആയിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിറ്റർമിൻ ദി നോർട്ടൺസ് ഇക്വലന്റ് കറന്റ് ഇൻ ആംപിയർ ആൻഡ് നോർട്ടൺസ് റെസിസ്റ്റൻസ് ഇൻ ഓം റെസ്പെക്റ്റീവ്ലി ഫോർ ദ ഗിവൺ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ നിങ്ങൾ നോക്കി ഏറ്റവും എന്ന് കണ്ടോ, നോർട്ടൺസ് കറന്റ് തന്നിരിക്കുന്നുണ്ട്. എല്ലാം എന്താ 1.16 2.34 4.4 2.3. ഓക്കെ, നേരെ മറിച്ച് നോർട്ടൺസ് റെസിസ്റ്റൻസ് നോക്ക് 12 14 16 10. എത്ര സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഒബ്വിയസ്ലി എന്താ നോർട്ടൺ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, വോൾട്ടേജ് ഷോർട്ട് ചെയ്യുക. അപ്പോൾ RNS നമുക്ക് എന്ത് ചെയ്യാം, ഈ 8 8 പാരലായി അതിൻ്റെ സീരീസ് ആയിട്ട് 8 ohm ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം 8 പാരലൽ വിത്ത് 8. ഓക്കെ, അതിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യാം 8 വന്നു. അപ്പോൾ എങ്ങനെയാണ് 8 × 8 ഡിവൈഡ് ബൈ 8 + 8 + 8 വരും. ഓക്കെ, അപ്പോൾ 64/16 വരും. അപ്പോൾ 4 വരും. 4 + 8 എന്ന് പറഞ്ഞാൽ 12 ആയി. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 12 പോകണ്ട, അത്ര സിമ്പിളായിട്ട് കിട്ടിയാൽ നമുക്ക്. ഫസ്റ്റ് നിങ്ങൾ നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ അവിടെ ഇങ്ങനെ അതുകൊണ്ട് കളിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ വന്നാൽ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക നോർട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കാം. നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് V ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എന്താണ് നമുക്ക് കറണ്ട് പിന്നെ ഫ്ലോ ഇങ്ങനെ എടുക്കാം, V - 28/8. ഓക്കെ, പ്ലസ് V/8. ഓക്കെ, പ്ലസ് V/8 = 0. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം 8 എല്ലാം പോയി. അപ്പം എന്താ 3V = 28 കിട്ടും. V = എത്ര 28/3 ആണ്. ഓക്കെ, V = 28/3. അപ്പോൾ ഇതിലെ കൂടിയുള്ള കറണ്ടാണ് I ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I = എന്ത് വരും 28/3/8 വരും. ഓക്കെ, അപ്പോൾ എന്താ 28/3 × 8 ആയി. അപ്പോൾ എന്ത് ചെയ്യാം 28/24 ആയി. അപ്പോൾ 28/24 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്ത് 1 point സംതിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ 1.16 ഓപ്ഷൻ എ 1 തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.